Aisha is here. But do you want to be a social studies star? നിങ്ങൾക്കും ആവണോ സോഷ്യൽ സ്റ്റഡീസിലെ സൂപ്പർ സ്റ്റാർ? അപ്പം മിസ്സിന്റെ മക്കൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, മിസ് സോഷ്യൽ സബ്ജക്റ്റ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ എത്ര പഠിച്ചാലും ഞങ്ങൾ തലയിൽ അങ്ങ് നിൽക്കുന്നില്ല, പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്, പക്ഷെ എനിക്കതൊന്നും പഠിക്കേണ്ടിയിരുന്നു എന്നുള്ളത്. അപ്പോൾ ദാ നോക്കിക്കോ, വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തിട്ട് ദാ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഈ ഒരു വർഷം നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പിക്കാൻ നമുക്ക് ഈ ഒരു വർഷം അവസാനം ആവുമ്പോഴേക്കും മിസ്സിന്റെ മക്കളായിരിക്കും സോഷ്യൽ സ്റ്റഡീസിലെ സൂപ്പർ സ്റ്റാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ റെഡി ആണല്ലോ? ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് റെഡി ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഓർക്കുക, സ്കൂൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഉറപ്പിക്കാം ഈ വർഷത്തെ സോഷ്യലിലെ സൂപ്പർ സ്റ്റാർ മിസ്സിന്റെ മക്കൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ വെറും 5 ടിപ്സ് ആണ് മിസ് ഇതാ പറഞ്ഞു തരാൻ പോകുന്നത്. എങ്ങനെയാണ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് തിങ് നിങ്ങൾ നോക്കേണ്ടത് അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് മെമ്മറൈസ്. എന്താണിത് പറഞ്ഞിരിക്കുന്നത്? അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് മെമ്മറൈസ്. ഓക്കെ, മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അല്ലാതെ ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കരുത് എന്നാണ് പറയുന്നത്. സോഷ്യലിന്റെ ഒരു പ്രത്യേകത തന്നെയാണിത്. ഓക്കെ, അപ്പൊ സോഷ്യൽ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, നമ്മുടെ സമൂഹവുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത് സോഷ്യൽ. അപ്പൊ നിങ്ങൾ ഇത് ഒരിക്കലും എങ്ങനെ ചെയ്യരുത്? ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ സയൻസിലൊക്കെ ചില സാധനങ്ങൾക്ക് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരാറുണ്ട്, പക്ഷെ അതേ രീതിയിൽ നിങ്ങൾ സോഷ്യൽ പഠിച്ചാൽ സംഗതി നടക്കൂല മക്കളെ. അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പഠിക്കാം. അപ്പൊ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ചാപ്റ്ററിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കഥയാക്കിയിട്ട് മാറ്റുക. ഹിസ്റ്ററി ആണ് നിങ്ങൾക്ക് കൂടുതലും വരാറില്ല. അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ശരിക്കും പറഞ്ഞാൽ വളരെ ഈസിയാണ്. കുറച്ച് ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർക്കാനുണ്ടാവും, പക്ഷെ അതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അതൊക്കെ ദാ മിസ് നിങ്ങളുടെ ക്ലാസ്സിന് സെറ്റാക്കി തരുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എങ്ങനെയാണ് കഥ പോലെ പഠിക്കേണ്ടത്? യെസ്, ഓരോ ആളുകളുടെ പേര്, ഇവിടെ ഓരോ ആളുകളുണ്ടാവും, ഓരോ സ്ഥലങ്ങളുണ്ടാവും അല്ലേ? അപ്പം ആളുകളെയും സ്ഥലങ്ങളെയും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കഥ പോലെ, ഒരു ഫിലിമൊക്കെ വാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? യെസ്, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഓരോരുത്തരെ പറയുമ്പോൾ എന്ത് ചെയ്യുക? അക്ബറിനൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു ചക്രവർത്തിയുടെ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിൽ വരണം. ഓക്കെ, അതേപോലെ ഓരോ സ്ഥലങ്ങൾ പറയുമ്പോൾ ഓക്കെ, ക്ഷേത്രങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ടാവും, അതേപോലെ ഓരോ ആർക്കിടെക്ചറൽ സ്റ്റൈൽസിനെ കുറിച്ച് പറയാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രൂപം എവിടെ വരണം? മനസ്സിൽ വരണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പഠിക്കുക, അല്ലാതെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? യൂസ് മാപ്സ്, ചാർട്ട് ആൻഡ് പിക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒരുപാട് നേരം പഠിക്കാന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് പറ്റില്ല. ഓക്കെ, ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലായില്ല. അപ്പം നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കില്ല. ടെക്സ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ വായിച്ച് പഠിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാപ്സ് ഉപയോഗിക്കാം. ഓക്കെ, മാപ്പുകൾ, അതേപോലെ ചാർട്ട്, പിക്ചേഴ്സും ഒക്കെ നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മൊബൈൽ ഫോൺസിൽ എന്ത് ചെയ്യാൻ പറ്റും? യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ചെറിയ ടോപ്പിക്സിനെ കുറിച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ളത് ഉണ്ടാവും. നമ്മുടെ ചാനലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം കുറേ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ, പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിക്ചറിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ മാപ്പൊക്കെ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ടല്ലോ. അപ്പം മാപ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് വാങ്ങിക്കുക. ഓക്കെ, കടകളിൽ പോയിട്ട് നിങ്ങളൊരു നല്ല കളർഫുൾ മാപ്പ് വാങ്ങിയിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഓരോ കളറിലും ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് അത്തരത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യരുത്? ബൈ ഹാർട്ട് ചെയ്യരുത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പിക്ചേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട്, ചാർട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? മേക്ക് ഷോർട്ട് നോട്ട്സ് ഓർ മൈൻഡ് മാപ്സ്. ഓക്കെ, അപ്പോൾ അതാ ഒരു ക്ലാസ് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിലോ, ഓക്കെ, ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ വേർഡ്സിൽ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ടോ അല്ലാത്ത എന്ത് രീതിയിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ മൊത്തം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നില്ല. ഓക്കെ, ഒരു ചാപ്റ്റർ മൊത്തം പഠിച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ള കാര്യമൊന്നുമില്ല. അതിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവല്ലോ, അത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. ഒരു കഥ രൂപത്തിലൊക്കെ ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് എഴുതി വെക്കുക. അതേപോലെ മൈൻഡ് മാപ്സ്, ഇതാ ഒരാളെ ഫ്യൂച്ചറെ കുറിച്ച് പറയാം. അപ്പോൾ ഫ്യൂച്ചർ എന്ന് തിങ്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം? നമ്മുടെ ഹെൽത്ത് നോക്കണം, ജോബ് നോക്കണം, നമ്മുടെ ലവ് ലൈഫ് നോക്കണം, ഫാമിലി, സ്പോർട്സ്, എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പം ഇതൊക്കെ ഒരു സെൻറ്റൻസിലുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ മൈൻഡ് മാപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? വരച്ചു വെക്കുക. അതാ ഇതുപോലെയൊക്കെ നോക്കിയേ,
എന്ത് ചെയ്യുക നിങ്ങൾ ഒരു ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ചെയ്തിട്ട് അപ്പോൾ ഇത്തരത്തിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക സോഷ്യൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്വിസസ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒരു പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ആ ചാപ്റ്റർ ഫുള്ള് സെറ്റാക്കി ഇനി അടുത്ത നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ടെസ്റ്റ് നടത്തുക. ഒരു 5 സെക്കൻഡിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, 5 സെക്കൻഡിൽ പറയുമ്പോൾ വളരെ കുറച്ച് 1, 2 ഒക്കെ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടൈമൊക്കെ വെച്ചിട്ട് നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ആൻസർ ചെയ്യാനും അതേപോലെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്റ്റഡീസ് ഇങ്ങനെയോ ഫ്രണ്ട്സുമായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക പഠിക്കാം. ഓക്കെ, യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ടീച്ച് ഓർ ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ഒക്കെ നടത്തി ഇനി നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആവുന്ന ഒരു ട്രിക്കാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്ത് ചെയ്യായിരുന്നു എന്നറിയോ, ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ വന്ന് പിടിച്ചിരുത്തിയിട്ട് അവരോട് അവിടെ ഇരിക്കാൻ പറയും, കസിൻസിനൊക്കെ വിളിച്ചിട്ട് ഇരിക്കാൻ പറയും. എന്നിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് അവർക്ക് പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ അവർക്ക് ബോറിംഗ് ആയിരിക്കും, പക്ഷെ എന്നാലും ഞാൻ പറയും ഇരിക്കടാ നമ്മൾ ടീച്ചറും കുട്ടികളും കളിക്കാന്ന് പറഞ്ഞിട്ട് അവരോട് ഇരുത്തിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യായിരുന്നു ഞാൻ പഠിക്കുന്ന സാധനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഞാനുകൂടെ ആ ടോപ്പിക്കിൽ അടിപൊളിയായിട്ട് പഠിക്കാനല്ലേ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താവാം ഇനി ആരുമില്ല. ഓക്കെ, ആരും ഇല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേറൊരു വഴിയുണ്ട്. ഒരു ക്യാമറ അങ്ങ് ഓണാക്കി വെക്കുക, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക ഒരു മിനി യൂട്യൂബർ ആയിട്ട് മാറുക. എന്നിട്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒരു ന്യൂസ് റീഡർ ആയിട്ട് മാറുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊക്കെ മക്കൾ പഠിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല ഈ വർഷത്തെ സോഷ്യൽ സ്റ്റഡി സൂപ്പർ സ്റ്റാർ നിങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, ഹലോ എവരിവൺ, ഐഷ മിസ് ഹിയർ. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സെക്ഷനാണ് ഇത് മാത്സ് അല്ലേ. മാത്സ് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്സിനെ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മിസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഉറപ്പായിട്ടും നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒരു 5 സ്റ്റേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെഷനിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ മിസ്സിന്റെ മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരണം. എത്ര സ്റ്റേറ്റ്സ് ആണുള്ളത്? വി ഹാവ് 28 സ്റ്റേറ്റ്സ് ആണ് നമുക്കുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 28 സ്റ്റേറ്റ്സിലുള്ള കുറച്ച് പ്രധാനപ്പെട്ടുള്ള സ്റ്റേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിൽ കുറച്ച് ക്ലൂസ് കൂടെ മിസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സംസ്ഥാനം സ്റ്റേറ്റ് ഇതാണ്. ഇത് ഏതാണ് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തൊരു ഷേപ്പിലാണല്ലേ, പ്രത്യേക തരം ഒരു വാലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോർഷനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മേജർ ആയിട്ടുള്ള നമ്മുടെ താജ്മഹലൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റിലാണ്. ഓക്കെ, താജ്മഹൽ ഈ ഒരു സ്റ്റേറ്റിലെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരു ക്ലൂ ആണ് കേട്ടോ. ഇനി അടുത്തൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ മേജർ സിറ്റീസ് ആയിട്ടുള്ള വാരാണസി, പിന്നെ എന്താണ് അയോധ്യ സിറ്റീസ്, ഇതൊക്കെ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സംസ്ഥാനത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മേജർ റിവറും ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ, ഏറ്റവും കൂടുതൽ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾ കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, ഏതായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു തരട്ടെ ഈ ഒരു സ്റ്റേറ്റ് ഏതാണെന്ന്. നമ്മൾ മാപ്പിലേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള സ്റ്റേറ്റ് എവിടെയാണെന്ന് നിങ്ങൾ നോക്കിയേ. ഇറ്റ് ഈസ് ഉത്തർപ്രദേശ്. ഓക്കെ, ഇത് ഏതാണ്? ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം അയോധ്യ, അതുപോലെ തന്നെ നമ്മളെ
വാരാണസി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്സ് ഒക്കെ ഈ ഒരു സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ താജ്മഹൽ ഇവിടെ ആഗ്രയിലാണ് അല്ലേ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് കൂടെയാണ് ഇത് ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശ് എവിടെയാണ് വരുന്നത്? അതാ നോക്കിയേ, നോർത്ത് സൈഡിൽ, ഏകദേശം നോർത്ത് സൈഡിൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഉത്തർപ്രദേശ് ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ് നമ്മൾ ഇതാ പരിചയപ്പെടാൻ പോവാണ്. സെക്കൻഡ് സ്റ്റേറ്റ് ഇതാ മറ്റൊരു രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ് ഏതാണെന്ന് എന്തെങ്കിലും ഐഡിയ ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മിസ് ആ 2 ക്ലൂസ് തരാം. അപ്പൊ മേജർ ഫിലിം സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ഇത്. നമ്മുടെ ഫിലിം സിറ്റിയുടെ ഹബ്ബ് തന്നെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലൂ വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ആലോചിച്ച് നോക്കണേ. യെസ്, ഇനി മറ്റൊരു ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ വടപ്പാവ്, പാവ് ബജി ഒക്കെ കിട്ടുന്ന അടിപൊളി മിലീഷ്യസ് ആയിട്ട് പാവ് ബജി വടപ്പാവ് ഒക്കെ കഴിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കൂടുതൽ കിട്ടുന്നത് ഇതിനൊക്കെ ഒരു സ്പെഷ്യൽ ഏരിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കൂടെയാണ് മിസ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? യെസ്. അപ്പൊ ഇത് ഏതാണെന്ന് നമുക്ക് ആ മാപ്പിൽ നോക്കാം കേട്ടോ. അപ്പൊ ഷേപ്പ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു രൂപത്തിലുള്ള സ്റ്റേറ്റ് നോക്കിയേ, എവിടെ നമ്മുടെ മാപ്പ്? യെസ്. അപ്പൊ മാപ്പിൽ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യണം കേട്ടോ. മിസ് മാപ്പ് കാണിച്ചു തരാം. സോ ദാ ഹിയർ, ഇതിൽ നോക്കിയേ ആ ഷേപ്പിലുള്ള സ്റ്റേറ്റ് ഏതാണെന്ന്. ഇറ്റ് ഈസ് മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്ര. ദാ മഹാരാഷ്ട്രയുടെ ഷേപ്പും അതേപോലെ ദാ മിസ് ഇവിടെ കാണിച്ചു തന്നതിന്റെ ഷേപ്പും ഒരേപോലെ അല്ലേ? മഹാരാഷ്ട്ര ദാ നോക്കി, നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ ദാ ഈ ഒരു സൈഡിലായിട്ടാണല്ലേ വരുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മാപ്പില് ഹിയർ നമുക്ക് എന്തുണ്ട്? മഹാരാഷ്ട്ര ഉണ്ട്. ഓക്കെ, അപ്പൊ മഹാരാഷ്ട്രയിൽ എന്താണ് ഫേമസ്? നല്ല പാവ് ബജി നമുക്ക് കിട്ടും, വടപ്പാവ് കിട്ടും. അതേപോലെ ഹബ്ബ് ഓഫ് ഫിലിം സിറ്റി എന്ന് പറയുന്ന സ്റ്റേറ്റ് സംസ്ഥാനമാണ് ഇത് മഹാരാഷ്ട്ര. ഓക്കെ, അപ്പൊ 2 സംസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി നെക്സ്റ്റ് സംസ്ഥാനം നോക്കി, നെക്സ്റ്റ് ഏതാണെന്ന്. നെക്സ്റ്റ് ഏതാണ്? ഒരു പഴമൊക്കെ പോലെ നമുക്ക് തോന്നൂല്ലേ? ഇത് ഏതാണ്? ഇത് അറിയാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ നോക്കട്ടെ മിസ് എത്ര പേർക്കുണ്ട് അറിയാന്ന്. ഓക്കെ, അപ്പൊ ഇത് ഏതാണ്? നമ്മുടെ സ്വന്തം നമ്മുടെ നാടായിട്ടുള്ള കേരള ആണല്ലേ? നമുക്ക് ഒരു സംശയമില്ല, കേരളയാണ്. ഓക്കെ, യെസ്. അപ്പൊ കേരളന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് അറിയോ? അതാ നോക്കിയതാ ഇവിടെ കേരള നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. യെസ്, ഇത് കേരളയാണ്. കേരളന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്? ബാക്ക് വാട്ടേഴ്സ്. നമുക്ക് എന്തൊക്കെയുണ്ട്? യെസ്, നല്ല കായല് എന്തുണ്ട്? അതേപോലെ നല്ല തെങ്ങുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഫുള്ള് റിവേഴ്സ് ഉള്ള ഒരു നാടാണല്ലേ നമ്മുടെ സ്വന്തം കേരളം എന്ന് പറയുന്നത്. യെസ്. അപ്പം ശ്യാമസുന്ദര കരകരാര ഭൂമി, ബാക്കി ലൈന് മിസ്സിനോട് മറന്നേ. ഓക്കെ, അപ്പൊ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ഈ തെങ്ങുകളും അതേപോലെ ഈ ഹൗസ് ബോട്ടൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇത് കേരളയാണെന്ന്. അതേപോലെ തന്നെ നമ്മുടെ മൊത്തം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനം കൂടി ഏതാണ്? നമ്മുടെ സ്വന്തം കേരളയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേറ്റ് ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മിസ് 2 ഓപ്ഷൻസ് 2 ക്ലൂസ് തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ദാ ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡെസേർട്ട് കാണാൻ പറ്റും. താർ ഡെസേർട്ട് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സംസ്ഥാനത്താണ്. അതേപോലെ തന്നെ ജോധ്പൂർ, ജയ്പൂർ എന്നുള്ള മേജർ സിറ്റീസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, നമ്മൾക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു ടൂറിസം പ്ലേസ് ആയി മാറിയിട്ടുണ്ടല്ലേ ഇവിടെ. അപ്പൊ ഇതും ഈ ഒരു സംസ്ഥാനത്താണ് ലൊക്കേറ്റ് ചെയ്തത്. അപ്പൊ ഇത് ഏതാണെന്ന് മക്കൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ നമ്മുടെ വീഡിയോക്ക് ശേഷം കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു സ്റ്റേറ്റ് താമസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റിന്റെ 2 ക്ലൂസ് മിസ് തരാം. ഇവിടെ എന്തുണ്ട്? ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടുത്തെ ബിൽഡിങ്സും കൂടുതൽ ടെമ്പിൾ സ്റ്റൈൽ ആർക്കിടെക്ചർ ആണുള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിലുള്ള വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ക്ലൂ തരികയാണെങ്കിൽ ഇതാ നമ്മളെ ഇഡ്ലി, വട, സാമ്പാറൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന മസാല ദോശയൊക്കെ അടിപൊളിയായിട്ട് നല്ല മൊരിഞ്ഞ മസാല ദോശയും നല്ല ചൂടുള്ള ഫിൽറ്റർ കോഫിയൊക്കെ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഏതാണ്? വളരെ സിമ്പിൾ അല്ലേ? ഇഡ്ലിയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അത് നമ്മുടെ തമിഴ്നാടാണെന്ന്. ഓക്കെ, അപ്പൊ ആ തമിഴ്നാട് മാപ്പിൽ എവിടെയാണെന്ന് നിങ്ങൾ നോക്കിയേ. യെസ്, നമ്മുടെ തൊട്ട അയൽവക്കത്തെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, തമിഴ്നാടാണ്. ഓക്കെ, അപ്പൊ അതാ 5 സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലൊക്കേറ്റ് ചെയ്ത് പഠിച്ചത്. ഇനി ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വരുന്ന സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുവരെ നമ്മുടെ എഡ്യൂപോഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ മറക്കേണ്ട, നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്ക് എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.